മലമുകളിലെ പാറയിടുക്കിൽ നിന്ന് തുള്ളി തുള്ളിയായി ഒഴുകിയിറങ്ങുന്ന ശുദ്ധമായ തണുത്ത വെള്ളത്തുള്ളികൾ. ഗോപിച്ചേട്ടൻ്റെ പറമ്പിലെ ഈ ഓലിയിൽ നിന്ന് ഏത് വേനലിലും വെള്ളം കിട്ടും. പ്രകൃതി നൽകിയ ഈ നിധിയെ തൻ്റേത് മാത്രമാക്കി വെക്കാൻ ഗോപിച്ചേട്ടൻ തയ്യാറായില്ല. വേനലിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പരിസരവാസികൾക്കും ഓലിയിൽ നിന്ന് ജലമെടുക്കാൻ അനുവാദം നൽകി. ഗോപി തരുന്ന വെള്ളമാണ് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം. വേറെ ദൂരോട്ടൊന്നും പോയി കൊണ്ടുവരാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. ശരീരമൊന്നും പൊങ്ങുകയില്ല. ഞങ്ങൾക്ക് വെള്ളം എടുത്തുകൊണ്ട് നടന്നു വരാൻ പറ്റിയാൽ ഇവിടുന്ന് ഈ ഇത്രയും വെള്ളം കോരുന്നുണ്ട്. രാവിലെ ആണേലും പകലാണേലും. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് ഇപ്പോൾ ഈ വേരുത്താണേലും വന്ന് ഞങ്ങളിങ്ങനെ കോരി കോരി വെക്കും. മണിക്കൂറിൽ 2-3 കുടം വെള്ളം മാത്രമേ ഓലിയിൽ നിന്നും ഊറി ഇറങ്ങുകയുള്ളൂ. അതിനാൽ ജലമെടുക്കാൻ സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ ചേർത്ത് ഗോപിച്ചേട്ടൻ ടൈം ടേബിൾ തയ്യാറാക്കി. ഓലി സ്വന്തം പറമ്പിലാണെങ്കിലും ഈ ടൈം ടേബിൾ പാലിച്ച് മാത്രമേ ഗോപിച്ചേട്ടനും വെള്ളമെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു 10-30-40 കുടുംബക്കാർ വെള്ളം നിലവിൽ ഓൾറെഡി കോരിക്കൊണ്ടിരുന്നതാണ്. അത് നവംബർ ഡിസംബർ മാസം മുതലേ ആൾക്കാരിങ്ങ് വരും. ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലായി. ഇപ്പോൾ ആൾക്കാർ ശകലം കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം ലഭ്യത കുറവ് വരുന്നത് കൊണ്ട് രാവിലെയും വരും വൈകിട്ടും വരും. ഓലി നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിവിടെ വരുമ്പോഴത്തേന് മൂന്നാമതേ ഞങ്ങൾ വരുന്നെങ്കിൽ മൂന്നാമതേ ഞങ്ങൾ പോരുന്നത്, നാലാമതേ ഞങ്ങൾ കലം കൊണ്ടുവെക്കുന്നെങ്കിൽ ഞങ്ങൾ നാലാമതേ പോരുന്നത്. ഈ 3 കൂട്ടരും കോരി മാറിയതിൻ്റെ ശേഷം മാത്രമേ നാലാമത്തെ ഞങ്ങൾക്ക് ടേൺ വരുള്ളൂ. ആ സമയത്താണ് നമ്മൾ പോരുന്നത്. അവനവനിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യരുടെ ലോകത്ത് ഗോപിച്ചേട്ടനെ പോലെയുള്ളവർ നന്മയും മനുഷ്യത്വവും എന്തെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഉറവയും ഈ മനുഷ്യനും ഒരുപോലെയാണ്. ഉറവയിൽ ജലം വറ്റുന്നില്ലെങ്കിൽ ഈ മനുഷ്യനിൽ നന്മയും വറ്റുന്നില്ല. 9 ഏക്കറിൽ നിന്നും നന്ദുഷായ്സ്, മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷ നമുക്കൊപ്പം. നന്ദുഷ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് ഒരു മലപ്പുറത്ത് നിന്ന് വന്ന ഒരു സ്റ്റോറി അരുൺ ചെയ്തത്. ഒരു കിണറിന് ചുറ്റും 10-30 പമ്പ് സെറ്റുകളുണ്ടായിരുന്നു. പല വീടുകളിലേക്കാണ് 500 മീറ്റർ ദൂരെ വരെ വെള്ളം ഒരു വീട്ടിൽ നിന്ന് പോകും. ഇത് പക്ഷേ ഒരു ചെറിയ നീരുറവയാണ്. അത് ആ ഉടമസ്ഥൻ പോലും ആ ടൈം ടേബിൾ അനുസരിച്ച് വെള്ളം എടുക്കൂ എന്നതും വളരെ കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹം നാട്ടുകാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാകും. എങ്ങനെയാണ് അവിടുത്തെ ആ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ? ഈ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ 9 ഏക്കർ എന്ന് പറയുന്ന പ്രദേശം വർഷങ്ങളായി കുടിവെള്ള ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ ഈ ഒരു മലമുകളിലേക്കുള്ള ഇടുങ്ങിയ വഴികേറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു 30 കുടുംബങ്ങൾ മാത്രമാണ് അവിടെ താമസത്തിനുള്ളത്. അവിടെ ആ കുടുംബങ്ങളിലെ ഒരാളാണ് ഈ AP ഗോപി എന്ന് പറയുന്ന ഗോപിയേട്ടൻ. ഗോപിയേട്ടന്റെ പറമ്പിൽ മാത്രം വേനൽ പോലും വറ്റാത്ത ഒരു ചെറിയ ഓലിയുണ്ട്. ഓലി എന്ന് പറഞ്ഞാൽ മലമുകളിൽ കാണപ്പെടുന്ന പാറയിടുക്കിൽ നിന്നുള്ള ചെറിയ ഉറവയാണ് ഓലി എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ 3-4 കുടം മാത്രം കിട്ടുന്ന ചെറിയൊരു ജലസ്രോതസ്സാണത്. പക്ഷേ ഈ വേനലിൽ മറ്റ് ജലസ്രോതസ്സുകളെല്ലാം മറ്റി വരേണ്ടപ്പോൾ ഈ ഗോപിച്ചേട്ടൻ പരിസരവാസികളെ മറന്നില്ല. സ്വന്തമായി മാത്രം ആ ഓലി ഉപയോഗിക്കാതെ പരിസരവാസികൾ കൂടി ആ ഓലി ഉപയോഗിക്കാനുള്ള അനുമതി നൽകുകയുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടി ഓലിയിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും തുല്യമായി ജലം ലഭിക്കുന്നതിനായി ഒരു ടൈം ടേബിൾ തയ്യാറാക്കി രാവിലെ മുതൽ രാത്രി വരെ ഓരോരുത്തർക്കായി ജലമെടുക്കാനുള്ള ഊഴം നൽകുക ഗോപിച്ചേട്ടൻ അത് ക്രമീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ മാതൃകാപരമായ ഒരു സമീപനമാണ് ഗോപിച്ചേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇക്കാലത്ത് ആരും കാണിക്കാത്ത ഒരു നന്മയാണ് AP ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം പരിസരവാസികളോട് കാണിച്ചത്. നമുക്കറിയാം, തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ബൈബിൾ വചനത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. ഏറ്റവും നല്ല കാര്യമാണ്. കുടിവെള്ളം അത് സ്വന്തം പറമ്പിലെ ആണെങ്കിലും എല്ലാവർക്കും തുല്യമായി നൽകുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. നാട്ടുകാരും അദ്ദേഹത്തോട് ആ സ്നേഹം എന്നും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി നന്ദുഷ.